അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യർ അനുഗ്രഹിക്കപ്പെടുന്നത് ഏതെങ്കിലും ഭൗതികമോ കുടുംബപരമായോ ആയ ബന്ധത്തിലല്ല. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധവും ദൈവത്തോടുള്ള ദൈവവചനത്തോടുള്ള അനുസരണവുമാണ് അനുഗ്രഹത്തിൻ്റെ മാനദണ്ഡം. ഒരിക്കൽ യേശു ക്രിസ്തു ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ഒരാളായ ഒരു സ്ത്രീ ഉറക്കെ വിളിച്ചു പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ. തങ്ങൾ കാത്തിരിക്കുന്ന മശിഹായെ ഉദരത്തിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ആ അമ്മയെയും അവരുടെ ഭാഗ്യത്തെയും സ്ത്രീ ഇവിടെ വാഴ്ത്തുമ്പോൾ യേശു മറുപടിയായി പറയുകയാണ്, അല്ല, ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ. കേവലം ശാരീരിക ബന്ധത്തെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ എന്നാണ് യേശു ഇവിടെ വ്യക്തമാക്കുന്നത്. നിരന്തരം ദൈവവചനം ധ്യാനിച്ച് പ്രമാണിച്ച് നമുക്ക് മുന്നേറാം. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് നമ്മൾ പ്രവേശിക്കും. അവിടുത്തെ വചനത്തെ രാപ്പകൽ ധ്യാനിച്ച് അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ. അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെയുമായിരിക്കും. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് തിരുവെഴുത്ത് നമ്മോട് ഉറപ്പ് നൽകുന്നു.